ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. മൂവാറ്റുപുഴ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നിരവധി ആളുകളെ ആക്രമിച്ച നായയെ സാഹസികമായി പിടികൂടി. കോട്ടയത്ത് നിന്നുള്ള ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നായയെ പിടികൂടി കൂട്ടിലാക്കിയത്. മൂവാറ്റുപുഴ വെറ്റിനറി ക്ലിനിക്കിൽ എത്തിച്ചതിനു ശേഷം വടവുകോടുള്ള പ്രത്യേക കേന്ദ്രത്തിലേക്ക് നായയെ മാറ്റുമെന്ന് നഗരസഭാ ചെയർമാൻ പി എൽദോസ് അറിയിച്ചു. മൂവാറ്റുപുഴ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തിയ നായയെ പിടികൂടി. ഇന്ന് രാവിലെ മുതൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്നും തുടൽ പൊട്ടിച്ചു പുറത്തിറങ്ങിയ നായയാണ് മൂവാറ്റുപുഴ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തിയത്. വളർത്തുമൃഗങ്ങളെയും 6ഓളം മനുഷ്യരെയുമാണ് നായ ആക്രമിച്ചത്. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് കോട്ടയത്ത് നിന്നുള്ള ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നായയെ വലയിലാക്കിയത്. നായ പുറത്തിറങ്ങിയ വീടിന് സമീപത്തു നിന്ന് തന്നെയാണ് നീണ്ട പരിശ്രമത്തിനൊടുവിൽ നായയെ ജയകുമാർ കീഴടക്കിയത്. ദീർഘനാൾ പുറത്തിറങ്ങാതെയിരുന്നതിനാൽ നായ ആക്രമണകാരിയാകുകയായിരുന്നെന്നും നിലവിൽ പേവിഷബാധയുടെ യാതൊരു ലക്ഷണവും നായ കാണിക്കുന്നില്ലെന്നും ജയകുമാർ പറഞ്ഞു. പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ ഇതൊരു വീട്ടിൽ വളർത്തിയിരുന്ന ഒരു നായയാണ്. അവിടെ നിന്ന് അത് പൊട്ടിച്ച് വെളിയിൽ ചാടി കഴിഞ്ഞപ്പോഴാണ് ഇത് കടിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു പട്ടിനെ കടിച്ചായിട്ടറിയാം, ഒരു പശുവിനെ കടിച്ചിട്ടുണ്ട്. നിലവിൽ ആൾക്കാരെ ഒരു 6 പേരെ മറ്റേ കടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. പൂർണ്ണമായ കാര്യങ്ങളൊന്നും എനിക്ക് നിലവിൽ അറിയില്ല. എന്നാലും ഇതിനൊരു ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് ഇതിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. രാവിലെ ഒരു 7 മണി തൊട്ട് എല്ലാവരും നോക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം ഞങ്ങൾ ഒരു 10 മിനിറ്റ് അയാൾ ഇത് കണ്ടിട്ട് കിട്ടിയിട്ട് ഞങ്ങൾക്ക് അപ്പോൾ തന്നെ നമുക്ക് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ പേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് പൂർണ്ണമായിട്ട് നമുക്കങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റത്തില്ലല്ലോ. പേ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും ഇത്രയും വയലൻ്റായി നിൽക്കുന്നത് ഇത്രയും പേർക്കുണ്ട് കടിച്ചുകൊണ്ടും അത് പേ ആയിട്ട് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ പേടി ഒരു ലക്ഷണം ചിലപ്പോൾ ഉണ്ടായിരിക്കും അതിൻ്റെ ശരീരത്ത്. പിടികൂടിയ നായയെ മൂവാറ്റുപുഴ വെറ്റിനറി ആശുപത്രിയിലും തുടർന്ന് വടവുകോടുള്ള പ്രത്യേക പരിചരണ കേന്ദ്രത്തിലേക്ക് നായയെ മാറ്റുമെന്നും നഗരസഭാ ചെയർമാൻ പി എൽദോസ് അറിയിച്ചു. നായയെ പിടികൂടി ഇപ്പോൾ കൂട്ടിലടച്ചിരിക്കുകയാണ്. മൂവാറ്റുപുഴ വെറ്റിനറി ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സൗകര്യം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരത്തോടെ പട്ടിയെ വടവുകോട് കേന്ദ്രത്തിലേക്ക് മാറ്റും. തുടർ നടപടികൾ വെറ്റിനറി സർജനുമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കും എന്നാണ് നഗരസഭയ്ക്ക് വേണ്ടി അറിയിക്കാനുള്ളത്. മൂവാറ്റുപുഴ നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന മറ്റു നായകളെ ഉടനടി പിടികൂടി നാട്ടുകാരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാരും പറഞ്ഞു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.